വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അധ്യാപകർ, പ്രിയ രക്ഷിതാക്കൾ, സ്കൂൾ മാനേജർ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, സർവോപരി പ്രിയപ്പെട്ട നാട്ടുകാർ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു വിദ്യാലയം എന്നത് ആ നാടിൻ്റെ സംസ്കാരമാണ്. കാരണം ആ നാട്ടിലേക്ക് അത്രയധികം ആഴ്ന്നിറക്കി ചെല്ലുന്ന വേരുകൾ വിദ്യാലയത്തിൻ്റേത് മാത്രമാണ്. കഴിഞ്ഞ 72 വർഷമായി ഒരു നാടിന് മുഴുവൻ അക്ഷരവെളിച്ചം പകർന്ന SPM UPSൻ്റെ 72ാം വാർഷികാഘോഷവും 35 വർഷത്തിലധികമായി ഔദ്യോഗിക അധ്യാപന ജീവിതം നയിച്ചതിന് ശേഷം സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ഹെഡ് മിസ്റ്റേഴ്സ് അമ്പിളി ടീച്ചറിൻ്റെയും സീനിയർ അസിസ്റ്റന്റ് ഗിരിജ ടീച്ചറിൻ്റെയും യാത്രയപ്പ് സമ്മേളനവുമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. 1952 ശ്രീ ആലക്കോട്ട് കൃഷ്ണപിള്ള അവർകളാണ് ഈ വിദ്യാലയം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ സ്ഥാപിച്ചത്. 72 വർഷമെന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഒരു 70 വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് അവർക്ക് നല്ല ചുറുചുറുക്കാണ്, ഊർജ്ജസ്വലതയാണ്. നമ്മുടെ സ്കൂളിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നതും 72 വർഷത്തിൻ്റെ ചെറുപ്പവും ചുറുചുറുക്കുമാണ്. പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതൊരു വിദ്യാലയത്തിനും ധാരാളം കഥകൾ പറയാനുണ്ടാവും. കുതിപ്പിൻ്റെയും കിതപ്പിൻ്റെയും ഓർമ്മകളുണ്ടാവും. കൈവരിച്ച നേട്ടങ്ങളുടെയും അതിജീവിച്ച പ്രതിസന്ധികളുടെയും ഓർമ്മകളുണ്ടാവും. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് വളർത്തിയെടുത്ത കുഞ്ഞുങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ടാവും. അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിറവിൽ ഈ 72ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ അധ്യയന വർഷത്തെ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ അധ്യയന വർഷത്തിൻ്റെ തെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും നേടിയ മികവിൻ്റെ തെളിച്ചമാണ്. സബ് ജില്ലാതലത്തിൽ കായികമേള, ശാസ്ത്രമേള, കലോത്സവം എന്നീ ഇനങ്ങളിൽ വളരെ മെച്ചപ്പെട്ട പ്രകടനം നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ പരിമിത സാഹചര്യങ്ങളിൽ നിന്ന് പോലും കായികമേളയിൽ ഹൈജമ്പിൽ നമ്മുടെ കുട്ടികൾ കുതിച്ചുയർന്നത് റെക്കോർഡ് നേട്ടവുമായിട്ടാണ്. അതുപോലെ തന്നെ കലോത്സവം, ശാസ്ത്രമേള എന്നീ ഇനങ്ങളിൽ റിസൾട്ട്സിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ അത്യധികം അഭിമാനത്തോടെ പറയട്ടെ, SPM UP സ്കൂളിൻ്റെ പേര് പതിയാത്ത ഒരൊറ്റ പേജുകൾ പോലും ഉണ്ടായിരുന്നില്ല. അതിൽ തന്നെ ശാസ്ത്രമേള നോക്കിയാൽ 1, 2, 3 സ്ഥാനങ്ങൾ നമ്മുടെ കുട്ടികൾ നേടിയിട്ടുണ്ട്. കുട്ടികളുടെ ഈ ഒരു മികവാർന്ന വിജയത്തിനു പിന്നിൽ താങ്ങും തണലും പ്രോത്സാഹനവുമായി നിൽക്കുന്ന വലിയൊരു അധ്യാപക കൂട്ടം ഇവിടെയുണ്ട്. ഹെഡ് മിസ്റ്റേഴ്സ് അമ്പിളി ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപക കൂട്ടം. അതിനു പുറമെ കുട്ടികൾക്ക് എല്ലാവിധ സ്നേഹവും സഹായവുമായി അനധ്യാപകരും സ്കൂൾ മാനേജരും രക്ഷിതാക്കളും PTA ഉണ്ട്. ഈ ഒരു കൂട്ടായ്മയുടെ വിജയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമ്മുടെ കുട്ടികളുടെ മെച്ചപ്പെട്ട വിജയമെന്ന് പറയുന്നത്. ഈ കൂട്ടായ്മയിലെ സജീവ സാന്നിധ്യമായ അമ്പിളി ടീച്ചറും ഗിരിജ ടീച്ചറും ഈ അധ്യയന വർഷം അവസാനിക്കുന്നതോടുകൂടി ഈ വിദ്യാലയത്തിൻ്റെ പടികൾ ഇറങ്ങുകയാണ്. 35 വർഷത്തിലധികമായി അധ്യാപന ജീവിതം നയിച്ചതിന് ശേഷം പടിയിറങ്ങുന്ന രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ പടികൾ അധ്യാപനത്തിനായി ഒരുമിച്ച് കയറുകയും ഒരേ കാലഘട്ടത്തിൽ തന്നെ ഈ വിദ്യാലയത്തോട് യാത്ര പറയുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ കൂടിയാണ് അമ്പിളി ടീച്ചറും ഗിരിജ ടീച്ചറും. ശ്രീ റോബർട്ട് കുന്നപ്പള്ളിയുടെ ഒരു കോട്ട് ഓർമ്മിക്കുകയാണ്: ജീവനുള്ള ഒരു യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്തു മൂല്യമാണുള്ളത്. ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ, ജീവനുള്ള എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ക്ലാസ്സിൽ എപ്പോഴും ഉണർന്നിരിക്കുന്ന, ക്ലാസ്സുകൾ ക്രിയാത്മകമായി കൈകാര്യം ചെയ്യുന്ന അധ്യാപകനെയാണ്. യഥാർത്ഥ അധ്യാപകൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളുണ്ടാകാം, അവന് പ്രശ്നങ്ങളുണ്ടാകാം, വെല്ലുവിളികളുണ്ടാകാം. അതിനെയെല്ലാം എങ്ങനെ ഓവർകം ചെയ്ത് ഒരു നല്ല സമൂഹത്തെ ജീവിയായിട്ട് കുഞ്ഞിനെ വളർത്തിയെടുക്കാനുള്ള യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രസക്തി. കാരണം കുട്ടി സ്കൂളിൽ നിന്നും വീട്ടിൽ പോയാലും അധ്യാപകൻ്റെ പ്രസൻസ് കുട്ടിക്ക് ഫീൽ ചെയ്യാൻ കഴിയണം, തൻ്റെ അധ്യാപകൻ്റെ വാക്കുകൾ ഓർമ്മിക്കാൻ കഴിയണം. അമ്പിളി ടീച്ചറിനെയും ഗിരിജ ടീച്ചറിനെയും വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ ജീവനുള്ള, കുട്ടികൾക്ക് എപ്പോഴും അരികിലുണ്ടോ എന്ന് തോന്നിക്കുന്ന യഥാർത്ഥ അധ്യാപകർ തന്നെയായിരുന്നു രണ്ടുപേരും. കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് പുതിയ അധ്യാപകർ
ജോയിൻ ചെയ്തിട്ട് 3 വർഷം മാത്രമേ ആയുള്ളൂ. ഞങ്ങളിവിടെ ജോയിൻ ചെയ്ത സമയം മുതൽ രണ്ടുപേരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ വളരെ കുറച്ച് കാലമേ ഇനി ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഈ വിദ്യാലയം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ അതിന് തക്കതായ രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കിയിട്ട് വേണം ഈ വിദ്യാലയത്തിൻ്റെ പടികൾ ഇറങ്ങുവാൻ. ഞങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങൾ അധ്യാപകർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിശീലന കളരിയായിരുന്നു. കാരണം തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. തെറ്റുകൾ തിരുത്തിയും ശരികളെ പ്രോത്സാഹിപ്പിച്ചും ഞങ്ങൾ ഈ ഒരു വിദ്യാലയം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ തക്കതായ രീതിയിൽ ഞങ്ങളുടെ കൈകളെ പ്രാപ്തരാക്കി തന്നാലാവും വിധമുള്ള കഴിവുകളെല്ലാം അവർ ഞങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തോടെ ആയിരിക്കും അമ്പിൾ ടീച്ചറും ഗിരിജ ടീച്ചറും ഈ സ്കൂളിൻ്റെ പടിയിറങ്ങുന്നത്. നമ്മുടെ എല്ലാം കുടുംബജീവിതവും ഔദ്യോഗിക ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് നമ്മുടേതായ പല സ്വപ്നങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടതായി വരും. ഈ റിട്ടയർമെൻറ്റ് ലൈഫ് 2 ടീച്ചർമാർക്കും അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള, അവരുടെ മാറ്റിവെച്ച സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ കൂടിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഗിരിജ ടീച്ചറും അമ്പിളി ടീച്ചറും എന്ന സ്നേഹസ്പന്ദനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്നത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷയായ ഓച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബി ശ്രീദേവി അവർകളെയാണ്. ശ്രീദേവി ചേച്ചിക്ക് പ്രത്യേകമായൊരു സ്വാഗതം പറയേണ്ട കാര്യമില്ല, കാരണം ശ്രീദേവി ചേച്ചി നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഭാഗമാണ്. പ്രവേശനോത്സവം മുതൽ വാർഷികാഘോഷം വരെയുള്ള എല്ലാ പരിപാടികളിലെയും സജീവ സാന്നിധ്യമാണ്. നമ്മുടെ പ്രശ്നങ്ങളും എന്തെങ്കിലും പറയാനോ പരാതികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോൺ കോളിനപ്പുറമോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ നമ്മുടെ സ്കൂളിലേക്ക് ഓടിയെത്തുന്ന ഓച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീദേവി അവർകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് പോയ ശ്രീ കരുനാഗപ്പള്ളി MLA ശ്രീ CR മഹേഷ് അവർകളെയാണ്. നമ്മുടെ നാടിനു വേണ്ടി ഏറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുന്ന കേരളത്തിലെ തന്നെ മികച്ച MLA-മാരിൽ ഒരാളായ ശ്രീ CR മഹേഷ് അവർകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് റിട്ടയർഡ് DIG ശ്രീ സന്തോഷ് സുകുമാരൻ സാറിനെയാണ്. നിരവധി പരിഷ്കാരങ്ങൾ ജയിലുകളിൽ കൊണ്ടുവരികയും മികച്ച സേവനത്തിന് നിരവധി അവാർഡുകൾ നേടുകയും സർവോപരി നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമായ ശ്രീ സന്തോഷ് സുകുമാരൻ സാറിനെ ഏറെ ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കുന്നത് കരുനാഗപ്പള്ളി AEO ശ്രീ അജയകുമാർ സാറിനെയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല എങ്കിലും നമ്മുടെ സ്കൂളിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സഹകരണവും എല്ലാ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്ന ശ്രീ അജയകുമാർ സാറിനെ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓച്ചിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ B കൃഷ്ണകുമാർ അവർകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്രീലത പ്രകാശ് അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓച്ചിറ 6ാം വാർഡ് മെമ്പർ ശ്രീമതി ഇന്ദുലേഖ രാജേഷ് അവർകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണപുരം 10ാം വാർഡ് മെമ്പർ ശ്രീ ശരത് കുമാർ പാട്ടത്തിൽ അവർകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് എപ്പോഴും സജീവ പിന്തുണയുമായി നൽകുന്ന PTA പ്രസിഡന്റ് TV ബിനീഷ് ലാലിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏതൊരു വിദ്യാലയത്തിനും വലിയൊരു മുതൽക്കൂട്ടാണ് പ്രാദേശിക ക്ലബ്ബുകളും ഗ്രന്ഥശാലകളും. പാഠ്യേതര വിഷയങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകത വളർത്തുന്നതിനാവശ്യമായ പല അവസരങ്ങളും ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഇവിടെ അടുത്തുള്ള പ്രാദേശിക ക്ലബ്ബുകളും ഗ്രന്ഥശാലകളും നൽകിയിട്ടുണ്ട്. നേതാജി ഗ്രന്ഥശാല പ്രസിഡന്റ് ശ്രീ ജഗന്നാഥൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് ശ്രീ രജീന്ദ്രൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ടാൻഡം ക്ലബ് പ്രസിഡന്റ് ശ്രീ കെ മോഹനൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയഭാരത് ഗ്രന്ഥശാല പ്രസിഡന്റ് ശ്രീ ജി ജയകുമാർ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വരെ ഈ വിദ്യാലയത്തിലൂടെ കടന്നു പോയ ഓരോ അധ്യാപകരും തങ്ങളുടേതായ ഒരു ഏട് ഈ വിദ്യാലയ ചരിത്രത്തിൽ തീർത്തു വെച്ചിട്ടാണ് ഇവിടെ നിന്നും പടിയിറങ്ങിയത്. മുൻ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീ കെ ജയശ്രീ ടീച്ചറിനെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ പൂർവ്വ അധ്യാപകരെയും ഏറെ ബഹുമാനത്തോടെ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് അമ്പിളി ടീച്ചറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീനിയർ അസിസ്റ്റന്റ് ഗിരിജ ടീച്ചറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത പറയാനായിട്ടുള്ള ശ്രീ നമ്പൂതിരി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾക്ക് എല്ലാ സപ്പോർട്ടുമായി കൂടെ നിൽക്കുന്ന സ്കൂൾ മാനേജർ ശ്രീ ശ്യാം സുന്ദർ അവർകളെയും മാനേജ്മെന്റ് പ്രതിനിധികളെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാർഷികാഘോഷത്തിന്റെ നടത്തിപ്പിനായി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും ഈ പരിപാടിയുടെ വിജയത്തിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ട നാട്ടുകാരും. നിങ്ങളുടെ എല്ലാം സാന്നിധ്യ സഹകരണം കൊണ്ട് മാത്രമേ ഈ പ്രോഗ്രാം പൂർണ്ണ വിജയത്തിലെത്തുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഈ സദസ്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിച്ചാലും. തുടർ നടപടികൾക്കായി അധ്യക്ഷയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നിറഞ്ഞ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു.